വിശദമായ വാർത്തയിലേക്കാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ശുഭകരമായ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ത്യയുടെ വ്യോമസേന പൈലറ്റ് ശുഭാംശു ശുക്ല അടക്കമുള്ളവരെയും കൊണ്ട് ആക്സിയം 4 ദൗത്യം വിജയകരമായി ഭൂമിയിലെത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ ശുഭകരമായി ഇറങ്ങി. ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. പ്രസാദ്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമസേന പൈലറ്റായ ശുഭാംശു ശുക്ല അടക്കമുള്ളവരെയും കൊണ്ട് ആക്സിയം 4 ദൗത്യം വിജയകരമായി ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കാത്തു, ശൂന്യതയുടെ അനന്തതയുടെ ആ ഒരു ലോകം വീണ്ടും തിരിച്ചറിഞ്ഞ ഒരു ഇന്ത്യക്കാരൻ മടങ്ങിയെത്തിയിരിക്കുകയാണ്. 1980കളിലായിരുന്നു രാകേഷ് ശർമ്മ, ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്തെത്തിയത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇന്ത്യക്കാരൻ കൂടി ബഹിരാകാശത്തെത്തി. അതോടൊപ്പം തന്നെ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നുള്ള റെക്കോർഡും കൂടി സ്വന്തമാക്കിയാണ് ശുഭാംശു ശുക്ല തിരിച്ചെത്തിയത് എന്നുള്ളതും കൂടിയുണ്ട്. എന്തായാലും പേടകം കൃത്യമായ കണക്കുകൂട്ടലുകളെല്ലാം വളരെ കൃത്യമായിരുന്നു. കൃത്യമായി 2 മണിയോടുകൂടി തന്നെ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രക്രിയകളും ഒക്കെ അതിസങ്കീർണം തന്നെയായിരുന്നു. കാരണം ഈ ഒരു അൺഡോക്കിംഗ് പ്രക്രിയയ്ക്ക് ശേഷം കൃത്യമായി 4 തവണ ഡിയോർബിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയകളൊക്കെ കൃത്യമായി തന്നെ പൂർത്തിയായി. അതിനുശേഷം ഈ ഒരു ഭൗമാന്തരീക്ഷത്തിലേക്ക്, ഈ ഒരു എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു താപം അത്രത്തോളം ഉയരുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടാകും പൊതുവെ ഒരു പേടകത്തെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു പേടകത്തിനും അത്തരത്തിലുള്ള ഒരുപാട് സങ്കീർണതകളുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ തരണം ചെയ്താണ് ഈ ഒരു ഡ്രാഗൺ പേടകം, അതായത് ക്രൂ അംഗങ്ങൾ തന്നെ ഗ്രേസ് എന്ന് വിളിക്കുന്ന ഗ്രേസ് ഡ്രാഗൺ പേടകം കൃത്യമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച്, അതായത് 12,000 കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കണം. അത്രത്തോളം സമ്മർദ്ദം അതിന്റെ ഈ ഒരു പേടകത്തിന് ചുറ്റിലുമായി ഉണ്ടാകും. ഒരു പ്ലാസ്മ കോട്ടഡ് ലെയർ തന്നെ ആ ഒരു പേടകത്തിന് ചുറ്റുമായി ഉണ്ടാകും, അല്ലെങ്കിൽ രൂപപ്പെടും എന്നുള്ളതാണ്. ആ ചൂടിനെ അധികം തരണം ചെയ്താണ് ഈ ഒരു പേടകത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേടകത്തിന്റെ മികവിനെ, പേടകത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെ അത്രത്തോളം മികച്ചതാണ് എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പത്തെ അല്ലെങ്കിൽ പഴയ ബഹിരാകാശ ദൗത്യങ്ങളുടെയും നാസയുടെ ഒക്കെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ തന്നെ കാണാം. ചലഞ്ചർ ദുരന്തം, അതോടൊപ്പം തന്നെ കൽപ്പന ചൗള, ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയൊക്കെ മരണമടഞ്ഞ ആ മൊമെന്റ് ഒക്കെ കൃത്യമായി ഓർമ്മയാണ്. ഈ ഒരു താപമർദ്ദം, ഈ ഒരു താപനില തരണം ചെയ്യാൻ പറ്റാതെ പോയതായിരുന്നു ആ ഒരു നിമിഷങ്ങളൊക്കെ. എന്തായാലും ഇതൊക്കെ കൃത്യമായി, ഈ കണക്കൂട്ടലെല്ലാം കൃത്യമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് അതേ താപനിലയിൽ തന്നെ കയറി ആ താപനിലയെ സഹിച്ച് ആ താപനില ഉള്ളിലേക്കുള്ള ബഹിരാകാശ യാത്രികർക്ക് ഒട്ടും നൽകാത്ത രീതിയിൽ കൃത്യമായി ബഹിരാകാശ യാത്രികരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു തിരിച്ചുവരവും, അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ 2 പാരച്യൂട്ടുകളാണ്, മൊത്തത്തിൽ 4 പാരച്യൂട്ടുകളാണ് ഉയർന്നു വരിക. ആദ്യഘട്ടത്തിൽ 2 പാരച്യൂട്ടുകൾ, അതായത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന പോലെ ഒറ്റയടിക്ക് ആ ഒരു 12,000 നിന്നും 15 km/h എന്നുള്ള സ്പീഡിലേക്ക് എത്തിക്കുന്നതാണ് ആദ്യത്തെ 2 പാരച്യൂട്ടുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും 2 പാരച്യൂട്ടുകൾ ഉയർന്നു പോകുന്നു. അങ്ങനെ 4 പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി ഇത് കടലിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നു. ഈ 15 km/h എന്നുള്ള സ്പീഡിലാണ് ഇത് കടലിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് എന്നുള്ളതും കൂടിയുണ്ട്. കാലിഫോർണിയക്ക് അടുത്തുള്ള പസഫിക് സമുദ്രത്തിന്റെ ഭാഗത്താണ് ഈ ഒരു സ്പ്ലാഷ് ഡൗൺ നടന്നത്. അത് നടന്നപ്പോൾ തന്നെ ഇതിന്റെ റിക്കവറി കപ്പലായിട്ടുള്ള AV ഷാരോൺ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത് വന്നിറങ്ങുന്ന സമയത്ത് 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ കൃത്യമായി കോസ്റ്റ് ഗാർഡിന്റെ ഒരു നിരീക്ഷണം കൂടി ഉണ്ടാകും. കാരണം ഈ ഒരു പേടകം വന്നിറങ്ങുന്നതിന്റെ, ഈ പേടകത്തിന്റെ പുറത്തുള്ള ചൂടൊക്കെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ചൂട് എത്രത്തോളം വ്യാപിക്കും എന്നുള്ളതിനെ കുറിച്ച് ചില നിരീക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാ തരം ഈ ഒരു വിക്ഷേപണങ്ങളും ഒക്കെ തന്നെ നടത്തുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവിക പ്രക്രിയകളൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഒരു പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ കാണാം, ഈ ഒരു പേടകം ഈ ഒരു റിക്കവറി കപ്പലിലേക്ക് ടഗ് ബോട്ട് ഉപയോഗിച്ച് കൃത്യമായി വലിച്ചു കയറ്റുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. കൃത്യമായ പ്രോട്ടോകോളുകളെല്ലാം കൃത്യമായി പാലിച്ച് 2 സ്പീഡ് റിക്കവറി ബോട്ടുകളുടെ സഹായത്തോടു കൂടി തന്നെ അത് ബോട്ടിലേക്ക്, AV ഷാരോണിലേക്ക് കയറ്റി വെച്ച് ഈ ഒരു പേടകത്തെ കയറ്റി നിർത്തി ആ ഒരു പേടകത്തിന്റെ, ഗ്രേസ് ഡ്രാഗൺ പേടകത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇതിൽ നിന്ന് പുറത്തിറങ്ങുക
ഇതിന്റെ കമാൻഡർ ആയിട്ടുള്ള പെഗി വിറ്റ്സൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം എന്ന് പറയുന്നത്. കാരണം ഏറെക്കാലമായി അനുഭവ സമ്പത്തുള്ള ഒരു ബഹിരാകാശ യാത്രിക കൂടിയാണ്. ഇതിനു മുമ്പേ തന്നെ അല്ലെങ്കിൽ സൊയൂസ് ദൗത്യം തൊട്ട് പെഗി വിറ്റ്സന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആക്സിയം 4ന്റെ നിർണായക ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പെഗി വിറ്റ്സൺ എന്നുള്ളതും കൂടിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. നാസയിലേക്ക് ബഹിരാകാശ യാത്രികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ അധികം പങ്ക് വഹിക്കുന്ന ഒരു ബഹിരാകാശ യാത്രിക കൂടിയാണ്, അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും തവണ ബഹിരാകാശത്ത് പോയി, ബഹിരാകാശത്ത് ആകാശ നടത്തം വരെ നടത്തി, ഏറ്റവും അധികം മണിക്കൂർ ആകാശ നടത്തിയ റെക്കോർഡ് ഏറെക്കാലമായി പെഗി വിറ്റ്സൺ ആയിരുന്നു. അതിനുശേഷം പിന്നീട് സുനിത വില്യംസിലേക്ക് വരുന്നു. എന്നാലും പെഗി വിറ്റ്സൺ ആ ഒരു റെക്കോർഡ് ഇനിയുള്ള യാത്രയിലും ഭേദിച്ചുകൂടായില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അവർ അത്രത്തോളം ഇപ്പോഴും ഒരു കൊച്ചുകുട്ടികളുടെ ആവേശത്തോടു കൂടിയാണ് അവർ ഓരോ ബഹിരാകാശ യാത്രയും കാണുന്നത്. അവരുടെ ആ ഒരു അനുഭവ സമ്പത്തിന്റെ ആ ഒരു തണലിലാണ് ഈ ഒരു ക്രൂ അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് എത്തിയത്, ഈ ഗവേഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയത് എന്നുള്ളതും കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പരീക്ഷണങ്ങൾ അടക്കം പലതരം വിത്തിനങ്ങൾ അവിടെ പോയി ഉൽപ്പാദിപ്പിക്കുന്ന അവയുടെയൊക്കെ ഉൽപാദനം എത്തരത്തിലാണ് എന്നുള്ള പരീക്ഷണങ്ങളും ഒക്കെ തന്നെയായിരുന്നു നടത്തിയത് എന്നുള്ളതും കൂടിയുണ്ട്. അതെല്ലാം പൂർത്തിയാക്കി കൃത്യമായി ഒരു ചരിത്ര നേട്ടം കൊണ്ട് കൃത്യമായ സമയത്ത്, അല്ലെങ്കിൽ ഒരു 4 ദിവസം അധികം നീണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയ തുടങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ അൺഡോക്കിംഗ് പ്രോസസ്സ്, അതിനു മുമ്പുള്ള ഹാച്ച് ക്ലോസിംഗ് പ്രോസസ് ഒക്കെ, ഈ പ്രക്രിയകളൊക്കെ തുടങ്ങിയതിനു ശേഷം കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി തന്നെയായിരുന്നു ആ എല്ലാ പ്രക്രിയകളും പൂർത്തിയായത്. അല്ലെങ്കിൽ സാങ്കേതിക പ്രക്രിയകൾക്കൊന്നും എവിടെയും ഒരു തടസ്സം വന്നിട്ടില്ല. അതായത് ഒന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്തോടു കൂടി തന്നെ അവസാനിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഈ ഒരു തീയതി മാറ്റമൊക്കെ സ്വാഭാവികമായി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഇത് ഒന്ന് തുടങ്ങി വെക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള പ്രോസസ്സുകൾ, ഈ പ്രക്രിയകളെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോയി തന്നെയുണ്ട്. ഇപ്പോൾ 2 മണിക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കണക്ക് കൂട്ടി വെച്ചിരുന്നു. 2 മണിക്ക് തന്നെ അത് കൃത്യമായി തന്നെ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. 3 മണിയോടുകൂടി തന്നെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 3 മണിയോടുകൂടി തന്നെ 15 km/h സ്പീഡിൽ ഈ 4 പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി തന്നെ ഇതങ്ങോട്ട് പറന്നിറങ്ങുകയാണ്. അത്ര മനോഹരമായ കാഴ്ചയാണ്. ഈ പേടകം തന്നെ ഇതേ രീതിയിൽ നമ്മൾ അതൊരു പകൽ വെളിച്ചത്തിലാണ് ഈ ഒരു സ്പ്ലാഷ് ഡൗൺ, ഇത്തരത്തിലുള്ള ഒരു സ്പ്ലാഷ് ഡൗൺ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതും കൂടിയുണ്ട്. സുനിത വില്യംസിന്റെ മടങ്ങിവരവെല്ലാം നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. ഇപ്പോൾ ഇതൊന്ന് ഇരട്ടി ആഘോഷം എന്ന് തന്നെ പറയാം. കാരണം സുനിത വില്യംസിനെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ വംശജയാണ്. അവർ ഏറെക്കാലമായി അവിടെ നിന്ന് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള മറ്റൊരു ബഹിരാകാശ യാത്രിക കൂടിയാണ്, ബഹിരാകാശ ശാസ്ത്രജ്ഞ കൂടിയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യൻ വംശജൻ, പൂർണ്ണമായും ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തി ബഹിരാകാശത്തെത്തി, രണ്ടാമത് ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരൻ, ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ എന്നൊക്കെയുള്ള ഒരു റെക്കോർഡ് സ്വന്തമാക്കി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും, അല്ലെങ്കിൽ ശുഭാംശു ശുക്ലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മുടെ രാജ്യം അത്രത്തോളം കാതോർക്കുകയാണ്. എന്തായാലും ഈ ഒരു പുറത്ത് വന്നതിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിന് നമ്മളോടൊന്നും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോടൊന്നും ചിലപ്പോൾ സംവദിക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത്തരത്തിലുള്ള പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ അടക്കമുള്ള പ്രക്രിയകളുണ്ട്. അതിനുശേഷം 7 ദിവസത്തെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ ആണുള്ളത്. അതിനുശേഷം വീണ്ടും ചിലപ്പോൾ ഒരു 7 ദിവസം കൂടി മറ്റു തരത്തിലുള്ള മെഡിക്കൽ പരിശോധനകളൊക്കെ കൊണ്ട് ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അതൊക്കെ ശേഷമായിരിക്കും ഈ ഓരോ ബഹിരാകാശ യാത്രികരും തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും ഈ ഒരു പ്രക്രിയ എന്തായാലും പൂർത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം, ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി, വിജയകരമായി തന്നെ പൂർത്തിയാക്കി അവരെല്ലാവരും ആക്സിയം 4 ദൗത്യ സംഘാംഗങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പേടകത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. അതിന്റെ ചില പ്രോട്ടോകോളുകളാണ് ഇപ്പോഴും ഒരു താമസം വരുന്നത്. എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരാത്തത് എന്നൊക്കെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉടലെടുക്കുന്നതാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ അങ്ങനെ ഉടലെടുക്കും. പക്ഷേ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ പ്രോട്ടോകോളുകളുണ്ട്, കൃത്യമായ പ്രക്രിയ ഘടനയുണ്ട്. അപ്പോൾ ആ ഒരു ഘടന പാലിച്ച് മാത്രമേ അവർക്ക് എല്ലാ തരം ദൗത്യങ്ങളും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. കാരണം ഇതൊരു ബൃഹത്തായ പദ്ധതിയാണ്. ആക്സിയം കമ്പനി, പ്രൈവറ്റ് ഏജൻസികളായ ആക്സിയം, സ്പേസ് എക്സ്, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഏജൻസികളായിട്ടുള്ള നമ്മുടെ ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, അങ്ങനെ നിരവധി ഏജൻസികൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിക്ക് എത്രത്തോളം സൂക്ഷ്മമായ ഒരു പരിശോധനയോ അല്ലെങ്കിൽ സൂക്ഷ്മമായി ഒരു
ഗഹനമായൊരു പഠനം തന്നെ അതിനാവശ്യമുണ്ട്. ഓരോ ഘട്ടത്തിലും അതിനെ കൃത്യമായി പഠിച്ച് തന്നെ നിരീക്ഷിച്ച് തന്നെ വേണം. ഒരു എടുത്തുചാട്ടം ഒരു ഘട്ടത്തിലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രോട്ടോകോൾ പാലിച്ച് തന്നെ അവർ കൃത്യമായ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ അകത്തേക്ക് കടന്നു. ഇനി അവർക്ക് ആ ഒരു സീറ്റുകളിൽ നിന്നും, ബഹിരാകാശ യാത്രികരുടെ ആ സീറ്റുകളിൽ നിന്നും എണീറ്റാൽ മതി, അല്ലെങ്കിൽ ആ എണീക്കുന്നതിനും ചാടി എണീക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ചില പ്രോട്ടോകോളുകളുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഓരോരുത്തരായി പുറത്തേക്ക് വരും. ആദ്യം പെഗി വിറ്റ്സൺ ആണ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും ഏറെക്കാലമായി ശീലിച്ചു വന്ന ചില ശീലങ്ങളാണ് നാസയെ സംബന്ധിച്ചൊക്കെ. അത്തരത്തിലുള്ള നിരവധി ശീലങ്ങളുണ്ട്. നിരവധി ഇപ്പോൾ ISROയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അന്ധവിശ്വാസങ്ങൾ കൂടുതലാണെന്ന് പറയുന്നത് പോലെ നാസയെ സംബന്ധിച്ചും നിരവധി അന്ധവിശ്വാസങ്ങളൊക്കെ ഏറെക്കാലമായി അവരൊക്കെ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റ് സ്പേസ് ഏജൻസികളെ സംബന്ധിച്ചുമൊക്കെ നിരവധി അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോട്ടോകോൾ ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയകൾക്ക് പിന്നിലും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് അതിലേക്കൊന്നും കാര്യമായി പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു ആക്സിയം 4 ദൗത്യ സംഘങ്ങൾ അവരുടെ പുറത്തേക്ക് വരുന്ന ആ ഒരു വരവ് തന്നെയാണ്. കാരണം അവരെ ഒന്ന് കാണുക, അവർ സുരക്ഷിതരാണ് എന്ന് തന്നെ അറിയുക, മനുഷ്യരാശിക്ക് വലിയ നേട്ടം നൽകി തന്നിട്ട് നൽകിയവരാണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വരുംകാല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയവരാണ്. അവരാണ് തിരിച്ച് ആ ഒരു പേടകത്തിൽ നിന്ന് ഇറങ്ങാനായി ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്. അവർ ഇനി പുറത്തിറങ്ങിയ ശേഷം ഹൂസ്റ്റണിലേക്കായിരിക്കും അവരെ കൊണ്ടുപോവുക. ഈ ഒരു പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷനായിട്ട് 7 ദിവസത്തെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ ആണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പരിശോധന തന്നെയാണ്. ശരീരത്തിന്റെ താപനിലയും അതോടൊപ്പം തന്നെ മാനസിക നിലയും, സൈക്കോളജിക്കൽ ടെസ്റ്റ് അത്തരത്തിലുള്ളതൊക്കെ ആവശ്യമുണ്ട്. ഗുരുത്വാകർഷണ ബലം എത്തരത്തിലായിരിക്കും നമ്മുടെ ശരീരത്തെ ബാധിക്കുക എന്നുള്ളത് അപ്രവചനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തെ ഓരോ അവയവങ്ങളെയും കൃത്യമായി പഠിച്ച് അതിന്റെ മിടിപ്പടക്കം കൃത്യമായി പഠിച്ച് ഒക്കെ ആണ് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോവുക ഈ ഒരു ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു പരിശോധനയ്ക്കൊക്കെ തന്നെ വിധേയരാകേണ്ടതാണ്. അതിനുശേഷവും ചിലപ്പോൾ ചില തരത്തിൽ എന്തായാലും ഒരു 7 ദിവസം കൂടി, മൊത്തത്തിൽ ഒരു 14 ദിവസം ഇവർക്ക് ഇത്തരത്തിലൊരു ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മാതൃരാജ്യത്തേക്ക് എത്തുക. മാതൃരാജ്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയൊരു വരവേൽപ്പായിരിക്കും ശുഭാംശു ശുക്ലയ്ക്ക് ലഭിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. വ്യോമയാന യാത്രികനായിരുന്നു ശുഭാംശു ശുക്ല. ഈ ഒരു ദൗത്യത്തിന്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല എന്നുള്ളതും കൂടിയുണ്ട്. അല്ലെങ്കിൽ സാരഥി എന്ന് തന്നെ പറയാം. ഈ ഒരു ആക്സിയം 4 ദൗത്യത്തെ ബഹിരാകാശത്തേക്ക് നയിച്ച സാരഥിയാണ് ശുഭാംശു ശുക്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കവിതാത്മകമായിട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇനി അവർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ക്ഷമകെട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ പെഗി വിറ്റ്സണെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ശുഭാംശു ശുക്ലയെയും. ജൂൺ 26-ന് ഇവിടുന്ന് ആക്സിയം 4 ദൗത്യം പുറപ്പെട്ടത് മുതൽ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയും. അതുപോലെ തന്നെ 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ ദൗത്യം പൂർത്തിയാക്കി ഇപ്പോൾ ഭൂമിയിലേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഈ ഭൗമാന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നതിന് ശേഷം ഇവർ ഇനി പുറത്തിറങ്ങുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആ കാഴ്ചയ്ക്ക് ഇനി എത്ര കാലതാമസം എന്തെങ്കിലും ഉണ്ടാകുമോ? അവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാളിദാസ്, വിവരങ്ങൾ. അതെ.